Hello my dear friends, welcome to our channel Kannur's Kitchen. ഞാൻ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശയാവട്ടെ. ഇതിനാകപ്പാടെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 2 കപ്പ് പച്ചരിയും 1 കപ്പ് ചോറും. അപ്പോൾ ഇങ്ങനെ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ഈ ദോശ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പുളിപ്പിക്കണം എന്നുള്ള കാര്യം തന്നെ അതിന് ആവശ്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ ദോശയുടെ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തത്, ഈ ഒരു കപ്പിന്. അപ്പോൾ ഇത് 2 മണിക്കൂർ കുതിർത്തിട്ടതാണ് ഈ അരി. ഇനി നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട്, നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് കുതിർക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ കഴുകിയിട്ട് എടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 1 കപ്പ് ചോറാണ്. വെളുത്ത ചോറ് തന്നെ ആയിരിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ച അരിയിലേക്ക് ഈ ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ദോശ ചുടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. പകുതി ഭാഗം ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചു കഴിഞ്ഞു. നമ്മുടെ മാവിൽ ഒട്ടും തന്നെ തരികൾ പാടില്ല, നല്ല സ്മൂത്തായ മാവായിരിക്കണം. അപ്പോൾ ഈ ആദ്യത്തേത് ഞാനൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഇതുപോലെ തന്നെ ബാക്കി വന്ന അരിയും കൂടെ അരച്ചെടുക്കാം. അരി അരച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പം നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ദോശ ചുടാനുള്ള മാവ് വളരെ ലൂസ് മാവായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ല ആ നേരിയ ദോശകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മിക്സി കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത്തിരി കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാവ് നല്ല ലൂസ് മാവായി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശകൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ദോശ ചുടാനുള്ള പാന് നല്ലപോലെ ചൂടായി കഴിഞ്ഞു. നമ്മുടെ പാനിന് എപ്പോഴും ഇതുപോലെ അരികുള്ള പാനാണ് എടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഒഴുകി പോകും. നമ്മുടെ മാവ് അത്രയും നേർത്ത മാവല്ലേ. പിന്നെ ഫ്ലെയിം കൊടുക്കേണ്ടത് എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ലപോലെ അത് പൊങ്ങി വരുള്ളൂ. നമ്മുടെ പാൻ ഇപ്പം നന്നായി ചൂടായി കഴിഞ്ഞു. ആദ്യം തന്നെ നമുക്കതിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്കിത് തവി വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. എന്നതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ടാകും. നമുക്ക് തുറക്കാം. എന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് ഈ ദോശ എടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ച വഴി അത് കുക്കാവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് എടുക്കും. 1 മിനിറ്റ് ഒരു ഭാഗം, 1 മിനിറ്റ് മറ്റേ ഭാഗം, അങ്ങനെ മൊത്തം 2 മിനിറ്റാണ് ഒരു ദോശക്ക് ആവശ്യം. അപ്പോൾ ഈ ദോശ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുക്കാം. അതുപോലെ നമ്മുടെ മാവ് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം അടിഭാഗത്ത് അല്ലെങ്കിൽ കട്ടിയിലട സെറ്റിലായി പോയിട്ടുണ്ടാവും. മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പം നമ്മുടെ ദോശകളിൽ കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് മീൻകറീൻ്റെ കൂടെ കഴിക്കാനും ചിക്കൻ കറീൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ സാധാരണ ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാനും ഏതൊരു കറീൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു ദോശയാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും. ഒട്ടും തന്നെ കട്ടിയാവില്ല. കാരണം നല്ലപോലെ വെള്ളം ചേർത്തല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷമുള്ള ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.
വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.